ആൻഡ്രോയിഡിൽ ഉപയോഗിച്ചിട്ട് സകല കുൽസിത പരിപാടി നടത്തിയിട്ട് OnePlus ഒക്കെ ഇപ്പോൾ ലൈഫ് ടൈം സ്ക്രീൻ റീപ്ലേസ്മെൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് OnePlus ഒക്കെ ധൈര്യമായിട്ട് എടുക്കാം. ഹേ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഞാൻ ഇന്ന് പറയുന്ന ഒരു വീഡിയോ 2025 ഒരു ഫോൺ എടുക്കുന്നതിനെക്കുറിച്ച്. ഈ ഫോൺ എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ പ്രാന്താവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം മൊത്തം കൺഫ്യൂഷനാണ്. ഏതെടുക്കണം, ഏതെടുത്താൽ ഏതെങ്കിലുമൊക്കെ എടുത്താൽ പെടുവോ, പിന്നെ എടുത്താൽ പെടുവോ എന്നൊക്കെ ചോദിച്ചാൽ മൊത്തം പെടുത്തമാണ്. കാരണം ഓരോ ബ്രാൻഡിനും പല സ്ട്രാറ്റജി ആണെന്ന് പറഞ്ഞാലും ഓൾമോസ്റ്റ് പെടേണ്ടവരാണ് പോയി പെട്ടുപോകും. അത് നമ്മുടെ വിധി, നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തിരുത്തണം എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. എനിവേ, ഞാൻ ആദ്യം ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഒരു മോഡൽസിനെ കുറിച്ചാണ്, അതായത് നമുക്കൊരു അത്യാവശ്യം നല്ല സ്പെക്കുള്ള ഒരു ഫോൺ, അതാണ് നിങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്തെങ്കിൽ. ഇപ്പം ഒരുപാട് പേര് EMI-ലൊക്കെ ആയിരിക്കും ഫോൺ എടുക്കുന്നത്. അപ്പോൾ പക്ഷേ ഏത് ഫോൺ എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രമുഖരായിട്ടുള്ള ഷോറൂമുകളിലേക്ക് നമ്മൾ പോകുമ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഓരോ ബ്രാൻഡിനും ഓരോ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. അവർ നമ്മളെ കൺഫ്യൂഷൻ ആക്കും ലാസ്റ്റ്. കാരണം നമ്മൾ എടുക്കാൻ പോകുന്ന ഐഫോൺ ആണെങ്കിൽ ചിലപ്പോൾ അവിടെ ചിലപ്പോൾ സാംസങ് എടുക്കും. ഇനിയിപ്പോൾ സാംസങ് അങ്ങനെ എടുക്കാൻ ചെല്ലുമെങ്കിൽ ചിലപ്പോൾ അവിടെ പോയിട്ട് വിവോയുടെ X200 Pro എടുക്കും. ഞാനീ പറഞ്ഞത് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്ക് മൊത്തം കൺഫ്യൂഷൻ ആവും. ഓരോ ബ്രാൻഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് അവരുടെ ബ്രാൻഡിനെ കുറിച്ചായിരിക്കും എപ്പോഴും നല്ലത് പറയുന്നത്. അപ്പം പക്ഷേ ഒരു സ്മാർട്ട് ഫോൺ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷൻ പറഞ്ഞു തരാം. പക്ഷേ പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ, പെയ്ഡ് പ്രൊമോഷൻ പരിപാടിയൊന്നുമില്ല. അത് ശരിയല്ലെന്നാണ് എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ച് ഒരു ഫോണിന് മാത്രം നമ്മൾ ഇപ്പോൾ ഒരു ഫോൺ എടുക്കുമ്പോൾ ഒരാളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. അത് 20,000 ആയാലും 30,000 ആയാലും 50,000 ആയാലും 1 ലക്ഷം ആണെങ്കിലും എത്ര എമൗണ്ട് ആണെങ്കിലും വൺസ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 3 വർഷം മുതൽ 4 വർഷം മുതൽ 5 വർഷം വരെയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ ചതിക്കുന്ന പരിപാടിക്ക് നമുക്ക് താല്പര്യമില്ല. സോ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, നിങ്ങൾക്കിപ്പോൾ ഒരു ഫോൺ എടുക്കണം, ഒരു ഓൾറൗണ്ടർ ഫോണാണ് എടുക്കാൻ പ്ലാനെങ്കിൽ സാംസങ് എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം അതിൻ്റെ ക്യാമറ നല്ലതാണ്, ഗ്രീൻ ലൈൻ വീഴായിരുന്നാൽ കുഴപ്പമില്ല, നല്ല ഡിസ്പ്ലേ ആണ്. കാരണം സാംസങ് ആണല്ലോ മിക്കവർക്ക് ഡിസ്പ്ലേ സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ നല്ല ഹൈ എൻഡ് ഫോണുകളിലൊക്കെ ഡിസ്പ്ലേ കിടിലാണ്. പിന്നെ ക്യാമറയും മോശമൊന്നുമല്ല, പക്ഷേ ഫോട്ടോഗ്രാഫി ഒക്കെ വീഡിയോഗ്രാഫി അത്ര പോരാ എന്ന് ഞാൻ പറയത്തുള്ളൂ. സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറാണ് നല്ലത്. എക്സിനോസ് ഒന്നും പോയി എടുക്കരുത്, മീഡിയാടെക് എടുക്കരുത്, 10 കാശിന് കുളത്തില്ല. സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറുകളാണെങ്കിൽ ഇപ്പോൾ 7th Gen ആണെങ്കിൽ 6th Gen ആണ്, 7th, 8th Gen, 8 Lite ഓക്കെ. ആസ് യൂസ്വൽ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് പ്രോസസ്സർ മാറിക്കൊണ്ടിരിക്കും, ക്യാമറയുടെ സ്പെക്ക് മാറിക്കൊണ്ടിരിക്കും. ഒരു 25,000 രൂപയ്ക്ക് മേലോട്ടുള്ള ക്യാമറയൊക്കെയാണ് സാംസങ്ങിന് നല്ലത് കേട്ടോ. അതിൻ്റെ താഴോട്ടുള്ളതൊന്നും 10 രൂപയ്ക്ക് കുളത്തില്ല. എനിക്ക് എൻ്റെ ഫീൽ അതാണ്. കാരണം ഇതാണ് A16 5G. ഇതിൻ്റെ ക്യാമറ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് 50 MP മെഗാ പിക്സൽ ക്യാമറ പറയും. ഇതിൻ്റെ ഡിസ്പ്ലേ കൊള്ളാം, ബാറ്ററി കപ്പാസിറ്റി നല്ല അത്യാവശ്യം നല്ലതായിട്ടുണ്ട്, ലൈറ്റ് വെയിറ്റിലാണ്, 3 ക്യാമറയൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി വളരെ മോശമാണ്. ഇതിന് 15,000 രൂപ റേഞ്ച് ചെയ്തൊരു ഫോണാണ്, പക്ഷേ ഇത് വളരെ മോശമാണ് ക്യാമറ. ബാക്കിയെല്ലാം ഓക്കെയാണ്, ബാക്കിയെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. അത് ജസ്റ്റ് ഒരു മൾട്ടിമീഡിയ കൺസംഷൻ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഫോൺ, കോൾ ചെയ്യാം, അത്രേ ഉള്ളൂ. സോഷ്യൽ മീഡിയ നോക്കാം. ഞാൻ പറഞ്ഞു വന്നത് ഒരു എബോവ് 30,000 വരുന്ന റേഞ്ചിലോ മേലോട്ടുള്ള ക്യാമറ, ഇപ്പോൾ S20 FE അങ്ങനെ പോലത്തെ FE സീരീസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ലതാണ്. പിന്നെ A56 അല്ല A36 അങ്ങനെയുള്ള കുറച്ച് ക്യാമറ ഫോണുകളുണ്ട്. 35,000 റേഞ്ചിലുള്ള കുറച്ച് സാംസങ്ങിൻ്റെ മോഡൽസ്, അതിന് ക്യാമറ കുഴപ്പമില്ല. ഡിസ്പ്ലേ ആണ് മെയിൻ. സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. അത് ഇപ്പോൾ ഐഫോണിൻ്റെ ഡിസ്പ്ലേക്കാൾ എനിക്കിഷ്ടം സാംസങ്ങിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ്. പക്ഷേ ഗ്രീൻ ലൈൻ വീഴായിരുന്നാൽ കൊള്ളാം. പിന്നെ ഉള്ളത് അതാണ് ഒരു ഓൾറൗണ്ടർ ഫോൺ എന്ന് പറയുന്നത്. ഇനി ഇപ്പം നിങ്ങൾ അൾട്ടിമേറ്റ് ഗെയിമറാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഗെയിം കളിക്കണം ഫോണിൽ, അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ദിവസം നിങ്ങൾ ഗെയിം കളിക്കുന്ന ഒരാളാണ്. ഇപ്പം PUBG ഒക്കെ കളിക്കുന്ന ആളാണെങ്കിൽ, കോൾ ഓഫ് ഡ്യൂട്ടി ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഫോൺ ഞാൻ പറയുന്നത് നിങ്ങളുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന ഫോൺ എന്ന് പറയുന്നത് IQ ആണ്. IQ OnePlus ഒക്കെയാണ്. കാരണം ഒന്ന് ബാറ്ററി അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷേ ഡിസ്പ്ലേ ഒക്കെ ഈ ഫ്ലൂയിഡിക് LED ഒക്കെ ഡിസ്പ്ലേ ആയതുകൊണ്ട്, ഫ്ലൂയിഡിക് ഡിസ്പ്ലേ എന്ന് പറയുന്നത് സംഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ സ്പെക്ക്, എൻ്റെ പ്രൊസസ്സറും മെമ്മറി സൈഡൊക്കെ ഹൈ എൻഡും, ഡിസ്പ്ലേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് ബോഡി ക്വാളിറ്റി കുറച്ച് ലോ എൻഡുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫോണൊക്കെ അത്യാവശ്യം ബഡ്ജറ്റിൽ കിട്ടും. ഒന്ന് കാരണം OnePlus 12, 13 ഒക്കെ കിട്ടും, 13R അതൊക്കെ നമുക്കൊരു ബഡ്ജറ്റിൽ കിട്ടുന്ന മോഡൽസ്, ഒരു 40, 30, 35, 40 റേഞ്ചിലൊക്കെ കിട്ടും. അപ്പോൾ അത് ഒരു ഗെയിമിങ്ങിന് പറ്റുന്ന ആകാം. IQൻ്റെ പല വേർഷനുണ്ട്. IQൻ്റെ ബഡ്ജറ്റ് മിഡ് റേഞ്ച് ഒക്കെ മോഡൽസ് ഉണ്ട്. IQനും ക്യാമറയൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഡിസ്പ്ലേ വലിയ കുഴപ്പമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രൊസസ്സറും മെമ്മറി സൈഡും അത് നോക്കുന്നെങ്കിൽ IQവും OnePlus അടിപൊളിയാണ്. ഇനി ക്യാമറയിലേക്ക് നിങ്ങൾ സാംസങ് അല്ല വേണമെങ്കിൽ വിവോ നല്ലൊരു ഓപ്ഷനാണ്. വിവോ X200 Pro ഒക്കെ കിടിലൻ ഫോണാണ്, പക്ഷേ നല്ല റേറ്റാണ്, 90,000 എബോവ് വരുന്നുണ്ട്. മറ്റ് ഫോണൽസൊന്നും എനിക്ക് അത്ര വലിയ താല്പര്യം തോന്നിയില്ല. കാരണം ക്യാമറ സ്പെക്ക് സീസിൻ്റെ ടെക്നോളജി വരുന്നതുകൊണ്ടാണ് എനിക്ക് ആ X200 ഒരു താല്പര്യം. കാരണം X60 ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, നല്ല ഫോണാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള വിവോയുടെ നല്ലതാണ്. അല്ലാതെ നമുക്ക് നോർമൽ ഞാനിപ്പോൾ പറഞ്ഞാൽ A16 5G അങ്ങനത്തെ പോലത്തെ വിവോയുടെ കുറേ ഫോണുകളുണ്ട്, അതിനും നമ്മൾ റിവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അത് നല്ലൊരു ഓപ്ഷനാണ്. വിവോ ഇപ്പോൾ വന്നിരിക്കുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ഫോണാണത്. പിന്നെ IQൻ്റെ കുറേ മോഡൽസ് ഉണ്ട്, OnePlusനും കുറേ മോഡൽസ് ഉണ്ട്. പിന്നെ ഐഫോൺ, അതിപ്പം ഐഫോണിൻ്റെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപാട് കാശും കൊടുക്കണം. പ്രോസസ്സറും സെറ്റപ്പൊക്കെ അടിപൊളിയാണ്, ക്യാമറ പ്രോസസ്സർ സെറ്റപ്പൊക്കെ അടിപൊളിയാണ്, iOS. പക്ഷേ മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് ഓർത്തുകൊണ്ട് വേണം ഒരു ഐഫോൺ പോയി വാങ്ങിക്കാൻ. കാരണം ആൻഡ്രോയിഡിൽ ഉപയോഗിച്ചിട്ട് സകല കുൽസിത പരിപാടി നടത്തിയിട്ട് ഐഫോണിലേക്ക് വരുമ്പോഴത്തേക്കും
ഒരു പരിപാടി നടക്കുകയില്ല. അതാണ് മെയിൻ. കാരണം ഒരു ആപ്ലിക്കേഷൻ വാങ്ങിക്കണമെങ്കിൽ പെയ്ഡ് കൊടുക്കണം. മര്യാദയ്ക്ക് എല്ലാ ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്തില്ല. അവർ പറയുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഒപ്റ്റിമൈസ്ഡ് ഉണ്ട്, ചെയ്യും. പെർഫോമൻസ് വൈസിലൊക്കെ അടിപൊളിയാണ്. കുറച്ച് ബഗ്ഗൊക്കെ ഇടയ്ക്കൊക്കെ കയറി വരും. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് വീഡിയോഗ്രാഫി അടിപൊളി, ക്യാമറ ഫോട്ടോഗ്രാഫി സാംസങ്ങിനോട് അല്ലെങ്കിൽ അതും ഓക്കെയാണ്. എങ്കിലും എനിക്ക് വീഡിയോഗ്രാഫിയാണ് ഐഫോൺ ഇഷ്ടം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വീഡിയോഗ്രാഫിയാണ് കുറച്ചും കൂടെ ഐഫോണിൻ്റെ ബെറ്റർ. പിന്നെ നമുക്ക് ഐഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഇപ്പോൾ ലോങ് ടൈം ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളൊരു ഫോൺ എടുത്ത് 3 വർഷം 5 വർഷമൊക്കെ ഉപയോഗിക്കാൻ പ്ലാനുള്ളവരാണെങ്കിൽ ഐഫോൺ എടുക്കാം. ബാറ്ററി ഹെൽത്ത് ശോകമാണ്, പക്ഷേ നോക്കി കണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റിൽ പൊക്കോളും. പിന്നെ ബാറ്ററി ചേഞ്ച് ചെയ്ത് വന്നാലും ഏകദേശം ഒരു 5000 ഒക്കെ ആകുമായിരിക്കും ബാറ്ററി. എന്നിരുന്നാലും ഐഫോൺ എന്ന് പറയുന്ന സാധനം ഒട്ടും മോശമില്ലാത്തൊരു പ്രൊഡക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് മൾട്ടിമീഡിയ കൺസെപ്ഷനും കുഴപ്പമില്ല. പക്ഷേ വീഡിയോഗ്രാഫി എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു മൂവിയെ കാണുമ്പോൾ പെട്ടെന്ന് ചാർജ് ഇറങ്ങിപ്പോൾ. കാരണം ഐഫോണിൻ്റെ ഏറ്റവും വലിയ ശാപം ഐഫോണിന് മര്യാദയ്ക്കുള്ളൊരു ബാറ്ററി കപ്പാസിറ്റി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സാംസങ്ങിന് 5000 ഉണ്ട്, ഐഫോൺ അത്രയും പോലും കിട്ടുന്നില്ല. അപ്പം ഇത്രയും വലിയ പ്രോസസ്സറും കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്കും അതിന് പറ്റുന്നൊരു ബാറ്ററി സപ്പോർട്ടോടെ കൊടുക്കണം. അത് കൊടുക്കുന്നില്ല. കാരണം സാംസങ്ങിന് S25 അൾട്ര അല്ലെങ്കിൽ മറ്റ് സീരീസിലേക്ക് നോക്കുമ്പം 5000 mAh ഒക്കെ ബാറ്ററി ഇപ്പോഴും അവർ കൊടുക്കുന്നത്. പക്ഷേ അതുപോലും നിൽക്കത്തില്ല. കാരണം അത്രയും ഹെവി പ്രോസസ്സറും ഹെവി ക്യാമറ സെറ്റപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്രയും ഹെവി ഡിസ്പ്ലേ ആണ്, നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ ഇതുള്ളതുകൊണ്ട് തന്നെ ബാറ്ററി കൺസംപ്ഷൻ ഭയങ്കര പെട്ടെന്ന് തീരുന്നത്. അപ്പം ഐഫോൺ സംബന്ധിച്ച് ഐഫോണിൻ്റെ ഉള്ളിലുള്ള പ്രോസസ്സറെല്ലാം ഹൈ പവർഫുള്ളാണ്, ക്യാമറ ഹൈലി എഫിഷ്യൻ്റ് ആണ്. പക്ഷേ എൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് വളരെ ശോകമാണ്. അപ്പം ഐഫോൺ എടുക്കാൻ പ്ലാനുള്ളവർ നോക്കിയിട്ട് എടുക്കുക. കാരണം നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് നോക്കിയിട്ട് എടുക്കുക. കാരണം ഐഫോൺ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ആൻഡ്രോയിഡിന് ഒരുപാട് ലിമിറ്റേഷൻസിൽ ഒരുപാട് വ്യത്യാസമാണ്. നമുക്ക് ഒരുപാട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം, ഒരുപാട് കാര്യങ്ങളിൽ അധികം പറയാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഐഫോണിൽ അതൊന്നും സാധിക്കത്തില്ല. പക്ഷേ നിങ്ങൾ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എല്ലാം ഐഫോൺ വാങ്ങിക്കണം, ആപ്പിൾ ബ്രാൻഡ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളവർക്ക് ആപ്പിളിലേക്ക് പോകാം. അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ സാംസങ് ഞാൻ പറഞ്ഞില്ല, ഓൾറൗണ്ടറാണ്. സാംസങ്ങിനകത്ത് എല്ലാം ഉണ്ട്, മൾട്ടിമീഡിയ കൺസെപ്ഷൻ, ക്യാമറ, ആൻഡ്രോയിഡ് ഫോണാണ്, One UI എക്സ്പീരിയൻസ് ചെയ്യാം. അതുപോലെ തന്നെ OnePlus ആണെങ്കിലും അവൻ്റെ ഓക്സിനോയ്സ്, നേരത്തെ വിവോ വന്ന് കുറേ കുളവാക്കിയായിരുന്നു, ഇപ്പം വന്നിരിക്കുന്നതൊക്കെ ഓക്സിനോയ്സ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങളുടെ പർപ്പസ് എന്താണെന്നാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. നിങ്ങളൊരു ഫോൺ എടുക്കാൻ പോകുമ്പം അപ്ഗ്രേഡ് ചെയ്താലും ഇനിയിപ്പോൾ പുതിയ രീതിയിലൊരു ഫോൺ എടുക്കാൻ ചിന്തിച്ചാലും നിങ്ങളുടെ പർപ്പസ് എന്താണെന്നാണ് അത് നിങ്ങൾ നോക്കുക. അതാണ് നിങ്ങളെ ഒരു ഫോണിലേക്ക് എത്തിക്കുന്നത്. ചിലർക്ക് സാംസങ്ങിൻ്റെ ഫോണും മതി, ചിലർക്ക് OnePlus ആണ്. കാരണം ചിലർ OnePlus കണ്ടിന്യൂ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം ഇറങ്ങിയ മോഡൽ മുതൽ ഇപ്പോൾ ഇറങ്ങിക്കുന്ന മോഡൽ വരെ അപ്ഗ്രേഡ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. ഐഫോണിൽ അതുപോലെ തന്നെ പഴയ 4 മുതൽ അല്ലെങ്കിൽ 5, 6, 7 അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. ഐഫോണൊക്കെ എടുക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ 15+ അതൊക്കെ ആയിരിക്കും നല്ലത്. കാരണം ഈ ബേസ് മോഡൽ എടുക്കുക. എൻ്റെ ഇരിക്കുന്ന ബേസ് മോഡലാണ്. നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ iPhone 15 എടുത്തിരിക്കുന്ന ഫ്രണ്ട് ക്യാമറയിലുള്ള വീഡിയോ ആണ്. 4K 60 ഫ്രെയിമിലാണ്. കാരണം ബാറ്ററി ശോകമാണ്. ആക്ച്വലി 88% ആയി ഇപ്പം ബാറ്ററി ഹെൽത്ത് എൻ്റെ ഫോണിന്. അപ്പോൾ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എൻ്റെ എക്സ്പീരിയൻസ് അതിനകത്തുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. എൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് മെയിനായിട്ട് വീഡിയോഗ്രാഫി ചെയ്യുന്നു. പിന്നെ പണ്ട് പോലെ ഐഫോണിൻ്റെ കുറേ ഫയൽസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഐഫോൺ മറ്റൊരു ഡിവൈസായിട്ട് ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യുന്നുള്ളതുകൊണ്ട് അതിങ്ങനെ കണ്ടിന്യൂറ്റി പോകുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഒരുപാട് താല്പര്യമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷേ ഐഫോണിൻ്റെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ യൂട്യൂബും അല്ലെങ്കിൽ അല്ലാതെ ഒരു വീഡിയോ ഒക്കെ എടുക്കണമെങ്കിലൊക്കെ കുറച്ചുകൂടെ എനിക്ക് ഐഫോണിൻ്റെ എഫിഷ്യൻസി കൊല്ലമായിട്ട് തോന്നി. അതുകൊണ്ടാണ് സാംസങ്ങിൻ്റെ ഫോണും നമ്മുടെ S22 അൾട്ര ഈ ഒരു ഫോൺ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് എൻ്റെ ഒരു മെയിൻ ഫോണായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു. കാരണം അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ 2 ഫോണുകളിലും ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ആൻഡ്രോയിഡിൽ സാംസങ് ആണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഗ്രീൻ ലൈൻ ഇഷ്യൂ എന്ന് പറയുന്നൊരു വലിയ വിപത്തുണ്ട്. അതിപ്പം അത് എന്താ പ്രശ്നം വെച്ചാൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ എല്ലാ ഫോണിനും ഉണ്ട്. പക്ഷേ മറ്റു കമ്പനികളെല്ലാം പെട്ടെന്ന് നമുക്ക് ക്ലിയർ ആക്കി തരുമ്പോഴത്തേക്കും ഇവർ വളരെയധികം താമസിച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് സാംസങ്ങിൻ്റെ പ്രശ്നം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. സാംസങ്ങിന് One UI നല്ലതാണ്. ആൻഡ്രോയിഡ് ഫോണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോണുകൾ പറയുന്നത് പിക്സലും സാംസങ്ങും OnePlus ആണ്. ഈ 3 ഫോണാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോൺ. ബാക്കിയുള്ള ഫോണുകളൊന്നും വിവോയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇഷ്ടമല്ല, മീൻസ് എൻ്റെ UI ഇഷ്ടമല്ല. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഓക്കെയാണ്. അപ്പം ബഡ്ജറ്റ് നോക്കുക. നിങ്ങൾ ബഡ്ജറ്റ് നോക്കിയിട്ട് ഒരു ഫോൺ എടുക്കാൻ ശ്രമിക്കുക. വൺസ് നമ്മൾ ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മളൊരു ഫോൺ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ചു കൊടുത്ത് നമുക്ക് നഷ്ടമായിരിക്കും, ഒന്നും കിട്ടില്ല. അപ്പം റീസെൽ വാല്യൂ ഐഫോണിന് കൂടുതലുണ്ട്. സാംസങ് എല്ലാ ഫോണും വെച്ച് കമ്പയർ ചെയ്യണം, ഐഫോൺ കുറച്ച് റീസെൽ വാല്യൂ കൂടുതലുണ്ട്. പക്ഷേ അതുപോലെ പൈസ കാണും. എങ്ങനെ പോലെ ഒരു ബേസ് എടുക്കണം തന്നെ ഒരു 60 എബോവ് കൊടുക്കണം. ഇപ്പോൾ 16E ഇറങ്ങി, എന്നാലും അതിനേക്കാളും ബെറ്റർ എനിക്ക് തോന്നുന്നു 16 15, 16 തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പ്രോസസ്സർ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. മറ്റേ സിംഗിൾ ക്യാമറയാണ്. പിന്നെ ഡൈനാമിക് ഐലൻഡ് ഒന്നുമില്ല, സാധാരണ നോച്ച് ഡിസ്പ്ലേ ആണ്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫോൺ എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് നല്ല റിവ്യൂ ഉള്ള ഒരു ഫോൺ നോക്കിയെടുക്കുക. ഞാനീ പറഞ്ഞ ബ്രാൻഡുകളൊക്കെ ചൂസ് ചെയ്യുക. OnePlus ഒക്കെ ഇപ്പോൾ ലൈഫ് ടൈം സ്ക്രീൻ റീപ്ലേസ്മെൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് OnePlus ഒക്കെ ധൈര്യമായിട്ട് എടുക്കുക.
പിന്നെ സാംസങ് എടുത്തേ പറ്റുന്നുള്ളവർക്ക് സാംസങ്ങിൻ്റെ സീരീസ് ഒക്കെ നല്ല ഫോണാണ്. പക്ഷേ ബേസ് മോഡൽ എടുക്കരുത്. അത്യാവശ്യം പ്ലസ് ബാറ്ററി കൂടി എടുക്കും. നമ്മുടെ ബേസ് മോഡലിലൊക്കെ പെട്ടെന്ന് ബാറ്ററി വലിക്കുന്നു. പിന്നെ നമ്മുടെ ഐഫോണിനെ കുറിച്ച് കുറ്റമൊന്നും പറയാനില്ല. ഐഫോൺ ഇസ് ഗുഡ് ഫോൺ എന്നേ ഞാൻ പറയത്തുള്ളൂ. മോശമൊന്നുമല്ല. അതിൻ്റെ എല്ലാ ഫോണും അതിൻ്റെ പോരായ്മകളുണ്ടെന്ന്. പിന്നെ നമ്മുടെ പർപ്പസ് മീറ്റ് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളതിനെ കുറ്റം പറയുന്നു. എല്ലാ കമ്പനികൾക്കും അവരുടേതായിട്ടുള്ള പോരായ്മകൾ അവർ ചെയ്യുന്നുണ്ട്. അത് കസ്റ്റമറിനെ ഇല്ലെങ്കിൽ അവരുടെ കസ്റ്റമർ കഷ്ടപ്പെടും. ഓരോരുത്തരും കാരണം ഒരു സമയത്ത് സാംസങ് ആയിരുന്നു ഏറ്റവും ഹൈ എൻഡ് നിന്നത്. അത് കഴിഞ്ഞാൽ ഐഫോൺ വന്നു. ആപ്പിൾ ഒരുപാട് ആപ്പിൾ പതുക്കെ വില കുറച്ച് തുടങ്ങിയപ്പം ഇപ്പോഴും വിലയൊന്നും കുറച്ചിട്ടില്ല, ഇപ്പോഴും വിലയൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് മോഡൽസ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എമിൽ സൈനിങ് ഓഫ്.